നമസ്കാരം. ഇന്ത്യ എന്തു പറയുന്നുവോ അതേ UAE കേൾക്കൂ. അത് ഇനിയും പാകിസ്ഥാൻ മനസ്സിലാക്കിയിട്ടില്ല എങ്കിൽ മനസ്സിലാക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇന്ത്യയെ ദ്രോഹിക്കാൻ നടക്കുന്നവർ അത് മനസ്സിലാക്കുന്നത് എന്തുകൊണ്ട് നല്ലതാണ്. ഇസ്ലാമാബാദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള പാകിസ്ഥാനുമായുള്ള കരാറിൽ നിന്നും UAE പിന്മാറിയിരിക്കുകയാണ്. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ ഏകദേശം 2 മണിക്കൂർ മാത്രം ഇന്ത്യ സന്ദർശിച്ച് ന്യൂഡൽഹിയിലെ 7 ലോക് കല്യാൺ മാർഗ് വസതിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഉന്നത യോഗം നടത്തിയതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ സംഭവവികാസം. പാകിസ്ഥാൻ പ്രസിദ്ധീകരണമായ ദി എക്സ്പ്രസ് ട്രിബ്യൂണലിന്റെ റിപ്പോർട്ട് അനുസരിച്ച് കഴിഞ്ഞ വർഷം ആഗസ്റ്റിൽ താൽപര്യം പ്രകടിപ്പിച്ച പദ്ധതിക്കായി ഒരു പ്രാദേശിക പങ്കാളിയെ തിരഞ്ഞെടുക്കുന്നതിൽ UAE പരാജയപ്പെട്ടു. കരാർ അന്തിമമാക്കുന്നതിൽ പ്രത്യേകിച്ച് UAE ആവർത്തിച്ച് കാലതാമസം വരുത്തിയതായും ഒടുവിൽ മിഡിൽ ഈസ്റ്റ് രാജ്യത്തിന് അതിൽ താൽപര്യം നഷ്ടപ്പെട്ടു എന്നും വ്യക്തമാകുന്നുണ്ട്. ജനുവരി 19 അൽ നഹ്യാൻ വെറും 1.25 മണിക്കൂർ മാത്രമേ ഇന്ത്യ സന്ദർശിച്ചിരുന്നുള്ളൂ. നിരവധി വിദഗ്ധർ ഇസ്ലാമിക് നാറ്റോ എന്ന് വിശേഷിപ്പിച്ച സൗദി അറേബ്യയുമായി പാകിസ്ഥാൻ ഒരു സൈനിക കരാർ ഒപ്പിട്ട സമയത്താണ് അദ്ദേഹത്തിന്റെ സന്ദർശനം നടന്നത്. യമനിൽ എതിരാളികളായ ഗ്രൂപ്പുകളെ പിന്തുണയ്ക്കുന്നതിനാൽ UAEയും സൗദി അറേബ്യയും പരസ്യമായി ഒരു ഏറ്റുമുട്ടൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു എന്ന കാര്യവും ഇവിടെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് കണക്കിലെടുക്കുമ്പോൾ ഇന്ത്യയുമായുള്ള ബന്ധം കൂടുതൽ വികസിപ്പിക്കാൻ UAE ആഗ്രഹിക്കുന്നുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കാം. അൽ നഹ്യാന്റെ 2 മണിക്കൂർ നീണ്ട സന്ദർശന വേളയിൽ പ്രതിരോധ മേഖലയിൽ സഹകരണം വർദ്ധിപ്പിക്കുവാൻ ഇന്ത്യയും UAEയും സമ്മതിച്ചതായും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപരവും സുരക്ഷാപരവുമായ ബന്ധങ്ങൾ ശക്തിപ്പെടുത്താൻ തീരുമാനിച്ചതായും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നുണ്ട്. സൗദി UAE ബന്ധത്തിലേക്ക് വരുമ്പോൾ യുദ്ധഭീതിയിലുള്ള യമനിൽ 2 രാജ്യങ്ങളും തങ്ങളുടെ ലക്ഷ്യങ്ങളെ ചൊല്ലിയുള്ള ഭിന്നതയാണെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഇറാൻ പിന്തുണയുള്ള ഹൂത്തി വിമതർക്കെതിരെ യമനിൽ സൈനികരുമായി ഇരുവരും സജീവമാണ്. എന്നാൽ വർഷങ്ങളായി അവരുടെ മുൻഗണനകൾ മാറിയിട്ടുണ്ട് എന്നും സൗദി അറേബ്യ ഒരു കേന്ദ്രീകൃത യമൻ ആഗ്രഹിക്കുന്നു എന്നുമാണ് വെടിനിർത്തലിന് ശ്രമിക്കുന്നത്. എന്നിരുന്നാലും യമനിൽ സ്വയംഭരണം തേടുന്ന സദേൺ ട്രാൻസിഷൻ കൗൺസിൽ ഗ്രൂപ്പിനെ UAE പിന്തുണച്ചിട്ടുണ്ട്. റിയാദും അബുദാബിയും തമ്മിൽ ഒരു വിള്ളലും ഇല്ലെന്ന് നിഷേധിച്ചിട്ടുണ്ട് എങ്കിലും എതിരാളികളായ ഗ്രൂപ്പുകളെ പിന്തുണയ്ക്കുന്ന ഇരുപക്ഷവും അവർക്കിടയിൽ സംഘർഷങ്ങൾക്ക് കാരണമായിട്ടുണ്ട് എന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ഇനി എന്തായാലും പാകിസ്ഥാനും UAEയും തമ്മിലുള്ള ബന്ധം ഒരു വിധത്തിലും മുന്നോട്ട് പോകുന്നതല്ല എന്ന് ഇന്ത്യ ഊട്ടിയുറപ്പിക്കുകയാണ്.